പാപങ്ങളുടെ ആ പട്ടികയിൽ തന്നെ ഞാൻ ഇതിനെയും പെടുത്തുമെന്ന ദൈവം പറയുന്നത്. മനസ്സിലായ? അത് നിനക്ക് പാപമായി തീരാൻ ഇടവരുതെന്ന്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും ഇതേ കൽപ്പനയുണ്ട്. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവന്റെ വസ്തു കവർച്ച ചെയ്യുകയും വരുത്, കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ഞാൻ നാളെ തരാം, ഇന്നില്ല എന്നും പറഞ്ഞ് വിടരുതെന്ന്. പിറ്റേന്ന് രാവിലെ വരെ ഇരിക്കരുത്, അന്നേക്ക് അന്ന് കൊടുക്കണം. അതാണ് ആവർത്തന പുസ്തകത്തിൽ കണ്ടത്. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. ആ കൂലി നിന്റെ കൈവശം ഇരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാനിടയാക്കരുത്. മനസ്സിലായ? അന്നേക്ക് അന്ന് തന്നെ കൂലി കൊടുക്കണം. മുഹമ്മദ് ജനിക്കുന്നതിനും 2200 കൊല്ലം മുമ്പേ ഇസ്രായേലിയരുടെ പ്രമാണത്തിലുള്ള ഈ കാര്യം അറേബ്യയിലെ യഹൂദന്മാരിൽ നിന്നും കേട്ട മുഹമ്മദ് അത് കോപ്പി അടിച്ച് തന്റെ ശൈലിയിൽ പറഞ്ഞു. അന്നേക്ക് അന്ന് കൊടുക്കണമെന്നോ സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുതെന്നോ അല്ല പറഞ്ഞത്, വിയർപ്പാറുന്നതിന് മുമ്പേ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനെയാണ് മുസ്ലിങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ പഠിപ്പിക്കലാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. നാണമില്ലേ മുസ്ലിങ്ങളെ? നിങ്ങൾക്ക് നാണമില്ലേ?